സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 4 അയില മുറിച്ച് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചത്, 2 ചെറിയ ചുവന്നുള്ളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 കാന്താരി മുളക്, 1 നുള്ള് ഉലുവ, 1 നുള്ള് കടുക്, 3 തണ്ട് കറിവേപ്പില, 3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, പകുതി പുളിനാരങ്ങ. കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം ഈ പൊടികളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പ്ലേറ്റിൽ കാണുന്ന എല്ലാതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി മുറിച്ചിട്ട് അതിലേക്ക് ഇടാവുന്നതാണ്. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് പുളിനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു പുളിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂണാണ് എടുത്തത്. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത മസാലയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് അരച്ചിട്ടുണ്ട്. ഈ നന്നായി അരച്ച മസാല മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് തേച്ച് വയ്ക്കാവുന്നതാണ്. എന്നാൽ മസാല നല്ലതുപോലെ മീനിൽ പിടിച്ചിരിക്കും. മസാല നല്ലതുപോലെ പിടിച്ചിരുന്നാൽ അതിൻ്റെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. ഇങ്ങനെ എല്ലാ മീനിലും നല്ലതുപോലെ തേച്ച് വെക്കുക. നമ്മൾ എളുപ്പപ്പണിക്കായി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ അത് അത്ര വലിയ സ്വാദ് ഉണ്ടായിരിക്കുകയില്ല. ഒന്ന് ഇതുപോലെ മസാലകളെല്ലാം ചേർത്ത് അരച്ച് ഫ്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മീനിന് നല്ല സ്വാദായിരിക്കും. കുറച്ച് സമയം തേച്ച് വെക്കണം, അത് മറന്നു പോകരുത്. ഇനി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് മസാല ചേർത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എന്ത് മീനും ഈ മസാല അരച്ച് ഉണ്ടാക്കിയാൽ നല്ല സ്വാദായിരിക്കും.
മീനിൻ്റെ ആ മണമൊന്നും ഈ മസാല ചേർത്തുണ്ടാക്കിയാൽ കിട്ടുകയില്ല. ആ മണമെല്ലാം പോയിരിക്കും. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ മീനും സാവധാനം മറിച്ചിടാം. നന്നായി പൊരിഞ്ഞു വരണം. ചിലർക്ക് അധികം ഫ്രൈ ആകുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് നല്ലവണ്ണം ഫ്രൈ ആകുന്നതാണ് ഇഷ്ടം. ഇത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഏത് മീനും നല്ല മസാല ചേർത്ത് ഫ്രൈ ചെയ്താൽ അതിൻ്റെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. ക്ഷമയോടുകൂടി എല്ലാതും ചെയ്യുകയാണ് വേണ്ടത്. ചിലർക്ക് മീനിൻ്റെ മണത്തോട് വെറുപ്പായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ മസാല ഒന്ന് അരച്ച് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത് നോക്കൂ. അപ്പോൾ അവരും ഇഷ്ടപ്പെടും. ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്തല്ല മീൻ കഴിക്കേണ്ടത്. കറി വെച്ച് എത്ര വേണമെങ്കിലും കഴിച്ചു കൊള്ളാനാണ് ഡോക്ടർമാർ പറയുന്നത്. ഫ്രൈ ചെയ്ത് അത്യാവശ്യം മാത്രമേ കഴിക്കാവൂ. അതാണ് ആരോഗ്യത്തിന് നല്ലത്. നോൺ സ്റ്റിക്ക് പാനിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എണ്ണയെ വേണ്ടി വരികയുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കൂ. എണ്ണ നമ്മുടെ ശരീരത്തെ നാശാക്കുന്ന ഒരു വില്ലനാണെന്ന് എപ്പോഴും ഓർക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.